ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട സാന്ത്വനത്തിലെ ശിവൻ്റെ ഒരു അതിഗംഭീര ഷോർട്ട് ഫിലിമാണ്. ആദ്യം തന്നെ ഒരു ഫസ്റ്റ് നൈറ്റ് മോഡിൽ ഭാര്യയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നായകൻ. ബെഡും ടേബിളും ഒക്കെ റോസാപ്പൂക്കളും കാൻഡിലും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ നായകൻ തൻ്റെ ഫോൺ എടുത്ത് കൂട്ടുകാരനെ വിളിച്ച് കുറച്ച് പൈസ കടം ചോദിക്കുകയാണ്. കൂട്ടുകാരൻ തമാശയ്ക്ക് നിനക്ക് സ്ത്രീധനമായി ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രായത്തിൽ പെണ്ണ് കിട്ടിയത് തന്നെ വലിയ കാര്യം, അതുപോലെ സ്ത്രീധനം ഒരു ഊള പരിപാടിയാണെന്നും പറഞ്ഞുകൊണ്ട് നായകൻ കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. കൂട്ടുകാരനുമൊത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുതുപെണ്ണ് ബെഡ്റൂമിലേക്ക് വന്നു. നമ്മുടെ നായകൻ വീടൊക്കെ ഇഷ്ടമായോ, ക്ഷീണമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ നായികയ്ക്ക് അത്ര സന്തോഷത്തിലല്ലെന്നും അവൾക്ക് അതിൽ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ മറുപടിയും പറഞ്ഞു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നായകൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ഇത് കണ്ടുടനെ നായിക ഒന്ന് ഞെട്ടി. എന്നാൽ അത് മുൻപ് വിളിച്ച കൂട്ടുകാരൻ പൈസ ഇട്ടുകൊടുത്തതായിരുന്നു. സംസാരമൊക്കെ കഴിഞ്ഞ് നായകൻ ഫോൺ ടേബിൾ വയ്ക്കാൻ പോയപ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു ഹായ് വന്നു, കൂടെ ഒരു വീഡിയോയും. ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കി അയാൾക്ക് ഞെട്ടിപ്പോയി. അതിൽ അവൾ തൻ്റെ ബോയ് ഫ്രണ്ടിന് അയച്ചു കൊടുത്ത ഹാഫ് നേക്കഡ് വീഡിയോ ആയിരുന്നു. ഇത് കണ്ട് നമ്മുടെ നായകന് വല്ലാത്തൊരു മാനസികാവസ്ഥയായി. എന്നാൽ നായകൻ കൂളായി അവളുടെ അടുത്ത് വന്നിരുന്ന് കാമുകനെ പറ്റി ചോദിച്ചു. അവൻ വാട്സപ്പിൽ ഇപ്പോൾ ഒരു വീഡിയോ അയച്ചു. നിങ്ങൾ മുൻപ് എപ്പോഴോ പ്രണയിച്ചു കൊണ്ടിരുന്ന ടൈമിൽ വീഡിയോ കോൾ ചെയ്തപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത അവളുടെ ഹാഫ് നേക്കഡ് വീഡിയോ തനിക്ക് അവൻ അയച്ചെന്നും നായകൻ പറഞ്ഞു. ഇതെല്ലാം കേൾക്കുന്ന നായികയ്ക്ക് നല്ല ടെൻഷനുണ്ട്. എന്നാൽ നമ്മുടെ നായകൻ എന്തൊക്കെ സംഭവിച്ചാലും അവളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അവളുടെ കാമുകൻ അവളെ ചതിച്ചു എന്ന ഉദ്ദേശത്തിലാണ് അയാൾ അവളോട് അങ്ങനെ പറഞ്ഞത്. എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അവൾ പറഞ്ഞിട്ടാണ് തൻ്റെ ഹാഫ് നേക്കഡ് വീഡിയോ തനിക്ക് അയച്ചതെന്നും താനും അവനുമായി 5 വർഷത്തിലായി പ്രണയത്തിലാണെന്നും ബന്ധം വീട്ടിലറിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഈ കല്യാണം നടത്തിയതെന്നും അവൾ തുറന്നു പറഞ്ഞു. കല്യാണം കഴിഞ്ഞാലും ഭർത്താവ് തന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി കാമുകരാണ് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തതെന്നും അവൾ അവനോട് പറഞ്ഞു. ഇത് കേട്ട നായകന് ദേഷ്യവും ഒപ്പം വിഷമവും വന്നു. ഉടനെ തന്നെ അവൻ ഫോൺ എടുത്ത് അവളുടെ കാമുകനെ വിളിച്ചു. എന്നിട്ട് ദേഷ്യത്തിൽ തന്നെ അവനോട് പറഞ്ഞു, ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. ഇനി ഉപേക്ഷിച്ചേ മതിയാകൂ എങ്കിൽ എനിക്ക് ഈ കല്യാണം നടത്തുന്നതിന് ഏതാണ്ട് 10 ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട്. ആ പൈസ എനിക്ക് തന്ന ശേഷം നിനക്ക് ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം. ഇത് കേൾക്കേണ്ട താമസം കാമുകൻ ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. കാമുകൻ്റെ തനി സ്വഭാവം അറിയാൻ വേണ്ടി നമ്മുടെ നായകനിട്ട ഒരു ഐഡിയ ആയിരുന്നു ഇത്. ആണെന്ന് നായകനോട് സോറി പറഞ്ഞ് പൊട്ടിക്കരഞ്ഞെങ്കിലും അയാൾ നാളെ രാവിലെ അവളോട് തൻ്റെ വീട്ടിൽ നിന്ന് പോകാനും അവളുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറയാനും പറഞ്ഞു. ശേഷം തനിക്ക് ഉറക്കം വരുന്നു, നാളെ ജോലിക്ക് പോകാനുള്ളതാണ് എന്ന് പറഞ്ഞ് കിടക്കാൻ പോകുന്ന നായകൻ്റെ ഫോണിലേക്ക് അവൻ്റെ ഫ്രണ്ട് ഫസ്റ്റ് നൈറ്റിനെ പറ്റി ചോദിച്ച് വോയിസ് മെസ്സേജ് അയച്ചു. എല്ലാം കൊണ്ടും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരുന്ന നായകൻ ഇത് കേട്ടത് 2 ചീത്തയും വിളിച്ച് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാകുമോ കർത്താവേ എന്ന അവസ്ഥയിലായിരുന്നു.